അസ്സാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെ ഇന്നും നല്ല നല്ല കുറച്ച് ടിപ്പൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് തന്നെ പോവാം. നമ്മളെ വീടുകളിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ പോയിട്ട് ഒരു ജാതിയായിരിക്കില്ലേ. നമ്മൾ എന്ത് കറിയിൽ കിട്ടാലും അതിൻ്റെ ഫ്ലേവറൊക്കെ പോയി കട്ട പിടിച്ചിട്ടായിരിക്കും ഇരിക്കണത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ടീസ്പൂണോളം മുഴുവൻ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ കുരുമുളക് മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെക്കട്ടോ. അടച്ച് വെച്ചാൽ ഇനി എത്ര കാലം വേണമെങ്കിലും വാങ്ങിയതായാലും പൊടിച്ചതായാലും കേടേ വരില്ല. അതിൻ്റെ കട്ടയൊന്നും പിടിക്കാതെ അതിൻ്റെ ഫ്ലേവർ ഒന്നും പോകാതെ നല്ല ടേസ്റ്റിൽ തന്നെ ഇരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലായാലും സിങ്കിലായാലും ഏത് ഭാഗത്തായാലും കുഞ്ഞനീച്ചയും വെള്ളീച്ചയും അതുപോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഓടിക്കാനുള്ള നല്ലൊരു ഈസി ടിപ്പാണ് കേട്ടോ. അതുപോലെ 3-4 വെളുത്തുള്ളിയുടെ അല്ലി എടുക്കുക. അതുപോലെ തന്നെ ഗ്രാമ്പൂ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തിവെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലോ നമ്മൾ എന്താ പറയുക ചെറുപഴമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞനീച്ച ഇരിക്കുമല്ലേ അതിൽ. അപ്പോൾ ഇതുപോലെയൊക്കെ കൗണ്ടർ ടോപ്പിൻ്റെ അടുത്തൊക്കെ വെച്ച് കൊടുത്തിട്ട് വെക്കുക. അതുപോലെ തന്നെ രാത്രി നമ്മൾ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ വെച്ച് കൊടുത്താലും ചെറിയ ചെറിയ ഈച്ചയും പ്രാണികളൊന്നും വരാതിരിക്കും. അതുപോലെ തന്നെ കണ്ണിൽ കാണാത്ത ചെറിയ കൊതുകുകളുണ്ടല്ലോ അതൊന്നും വരാതിരിക്കാനും സഹായിക്കും കേട്ടോ. നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത് നോക്കേണ്ടത് നമ്മളുടെ വീട്ടിലുള്ള ഇഡ്ഡലി മാവും ദോശ മാവൊക്കെ പുളിച്ച് പോയാൽ നമ്മൾ കളയാറേ ഉള്ളൂ പതിവില്ലേ. കുറച്ചുണ്ടെങ്കിലും നമ്മളതൊക്കെ പുളിച്ച് പോയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതൊന്ന് കളഞ്ഞിട്ട് പാത്രമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കും. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതിനുള്ള നല്ലൊരു ഈസി ടിപ്പാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്പാണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ മൈക്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉജാലൻ്റെ സോപ്പ് പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് പൊന്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പുളിച്ച മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ഇങ്ങനത്തെയൊക്കെ കുറച്ച് മാവുണ്ടെങ്കിൽ നമ്മൾ വേഗം കളയും. ഇനി ഒരിക്കലും നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ കളയില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ വീട്ടിൽ പാനൊക്കെ നമ്മൾ ഫ്രൈ പാനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഭയങ്കര കരി പിടിച്ച പോലെ ഉണ്ടാവില്ലേ. ഇതിപ്പോൾ നോക്കിക്കളയും നിങ്ങൾക്ക് എത്രത്തോളം കരി പിടിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ തന്നെ പഴയതുപോലെ ആയി കിട്ടും. അപ്പോൾ ആ സമയത്തിലേക്ക് പഴയൊരു സ്ക്രബ്ബർ എടുക്കുക. എന്നിട്ട് ഈ ഒരു മിശ്രിതം ഇതിലേക്ക് ഇട്ടിട്ട് മുക്കി നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ആ ഭാഗത്ത് ഉരച്ച് തന്നെ തേച്ച് കൊടുക്കുക. എന്തായാലും ഒരു നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സെൻറ്ററിലേക്ക് തന്നെ നല്ലതുപോലെ നമ്മൾ ദിവസം ഇതേപോലെ ചെയ്താൽ ഇത്രയും ക്ലീനായിട്ട് കിട്ടും. ചളിയെല്ലാം എൻ്റെ കയ്യിൽ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം നല്ലത് പുതിയത് വാങ്ങിയതുപോലെ ആയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ. നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എന്താ പറയുക ഇതുപോലെ ഇത്രയ്ക്കും നിങ്ങൾക്ക് ക്ലീൻ ആക്കിയിട്ട് പാനൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ പുളിച്ച മാവൊക്കെ ഉണ്ടെങ്കിൽ കളയാതിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് അതേ മാവിൽ നമ്മൾ പഴകിയ ഗ്ലാസ്സൊക്കെ ഉണ്ടാകുമല്ലോ, ചില്ലിൻ്റെ ഗ്ലാസ്സൊക്കെ, അതൊന്നും നമ്മൾ ഉപയോഗിക്കാറേ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്തിലേക്ക് ഈ മാവ് ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ എന്താ ചെയ്യുക നല്ലതുപോലെ തേച്ച് അരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ എത്രത്തോളം പഴകി ഇരിക്കണ ഗ്ലാസ് പുതിയതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ എത്രത്തോളം നല്ല തിളക്കോടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഗ്ലാസ്സും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ കാണേണ്ടത് നമ്മൾ ബാത്റൂമിൽ ടാപ്പൊക്കെ സ്റ്റീലിൻ്റെ ഒക്കെ ആയാലും പെട്ടെന്ന് തന്നെ കറുത്ത് പോകില്ലേ. കറുത്ത് പോകും, ഒരു പുള്ളിയും കുത്തടിച്ച പോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മാവ് ഉണ്ടായാൽ സുഖമായിട്ട് നമുക്ക് തേച്ച് പോരാം. ഇവിടെ കുഴൽക്കിണറായതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ പൈപ്പ് കേട് വരുന്നുണ്ട് കേട്ടോ.
ഭയങ്കര ചളിയാണ്, ഒരു മഞ്ഞ കളറാണ് പോലെ ഉണ്ട്. ബാത്റൂമിലായാൽ നേരത്തെ കഴുകിയെടുത്തു. അപ്പോൾ ഞാൻ സിങ്കിൽ അങ്ങനെ വിട്ടിരിക്കുകയാണ് കേട്ടോ. എന്താ നിങ്ങൾക്കൊരു വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം ഇത് നന്നായിട്ട് വൃത്തിയായി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലതുപോലെ ഉരച്ചെടുക്കുക. ഇതുപോലെ നല്ലതുപോലെ തേച്ച് ഉരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് കഴുകി നമുക്ക് നോക്കാം. അപ്പോൾ എത്രത്തോളം ഈ ഒരു പൈപ്പ് നല്ലതുപോലെ വെട്ടി തിളങ്ങണ പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിക്കൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി നമുക്കിതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കേണ്ടത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കഴുകണ സമയം കൊണ്ട് പറയുന്നുണ്ട്. അതുപോലെ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോഴൊക്കെ മൈക്കിൽ ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൗണ്ടൊക്കെ വ്യത്യാസമുണ്ട്, ഇടയിലൊരു സൗണ്ട് വണ്ട് മുഴുവൻ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ സൗണ്ട് വരുമ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പറഞ്ഞ് നമ്മളെ പൈപ്പിൻ്റെ കാര്യം കഴുകി കഴിയുമ്പോഴേക്കും ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എത്രത്തോളം വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് കഴുകി നോക്കാം. അപ്പോൾ ഇനി ആരും എന്താ പറയുക, പുളിച്ച മാവ് ഉണ്ടെങ്കിൽ ദോശേൻ്റെ ഇഡ്ഡലി ആയാലും നമ്മൾ അപ്പത്തിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും നിങ്ങൾ കളയാതെ വെക്കുക. ഇതേ രീതിക്ക് നിങ്ങൾ നല്ലതുപോലെ തേച്ചെടുക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.